നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് മാത്തമാറ്റിക്സിൽ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് റിലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിനു മുന്നേ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിലേഷൻസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ലെറ്റ് ആർ ബി എ റിലേഷൻ ഫ്രം എ ടു എ. ആർ എന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷനാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, റിഫ്ലെക്സീവ് റിലേഷൻ. ദ റിലേഷൻ ആർ ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതായത് ഒരു റിലേഷൻ ആർ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ എല്ലാ എലമെന്റും അതിനോട് തന്നെ എന്തായിരിക്കണം, റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു റിലേഷൻ എടുക്കുന്നു. ആ റിലേഷനിലെ എ എന്ന് പറയുന്നൊരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലേക്ക് തന്നെ പോകുന്ന റിലേഷനാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റുകളും അതിനോട് തന്നെ റിലേറ്റഡ് ആണ് എങ്കിൽ, ഇഫ് എവറി എലമെന്റ്, ആ വാക്കിന് പ്രാധാന്യമുണ്ട്, എല്ലാ എലമെന്റുകളും അതിനോട് തന്നെ റിലേറ്റഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എവറി എ ബിലോങ്സ് ടു എ ബിലോങ്സ് ടു ആർ. അതായത് നമ്മൾ ക്യാപിറ്റൽ എ, നമ്മുടെ സെറ്റിലെ ഏത് എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും എ ഈസ് റിലേറ്റഡ് ടു എ ബിലോങ്സ് ടു ആർ. അതായത് എന്താ, എ ബിലോങ്സ് ടു ആർ എന്ന് എന്താ, എ ഈസ് റിലേറ്റഡ് ടു എ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൺ ആർ. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്തേക്കുന്നത് ആറാണ്. അപ്പം ആറിൽ നിന്ന് ആറിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷനാണ്. ആ റിലേഷൻ എന്താണ്, ആറിൽ നിന്ന് ആറിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ്. ആ റിലേഷൻ എന്താണ് ആ റിലേഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ? ആണ്. കാരണം എന്താ, ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്, ഈക്വൽ ടു എന്ന് പറയുന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പം എല്ലാ എലമെന്റുകളും ആറിൽ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് തന്നെ തുല്യമല്ലേ. ഏതൊരു എലമെന്റ് ആറിലെ റിയൽ നമ്പറിൽ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ റിയൽ നമ്പർ അതിനോട് തന്നെ തുല്യമാണ്. അപ്പം നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൺ ആർ എന്ന് പറയുന്നത് എന്താണ്, റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് സിമെട്രിക് റിലേഷൻ. എന്താണ് സിമെട്രിക് റിലേഷൻ നോക്കാം. The relation R is said to be symmetric if for every element AB belongs to R, BA is also in R. അതായത് ഒരു റിലേഷനെ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഏതൊരു എ ബി ആറിൽ എടുത്താലും ബി എയും ആറിൽ കാണണം. എന്ന് വെച്ചാൽ എന്താ, ഏതൊരു എ ബി ആറിൽ എടുക്കാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എങ്കിൽ ബിയും എയും തമ്മിൽ എന്ത് കാണണം, ഒരു റിലേഷൻ കാണണം. അപ്പം ഏതൊരു എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടോ അവിടെയെല്ലാം എന്ത് കാണണം, ബിയും എയും തമ്മിലും റിലേഷൻ കാണണം. അപ്പൊ അങ്ങനത്തെ ഉള്ളത് മാത്രം എടുത്താൽ മതി. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവിടെ പറഞ്ഞു എല്ലാ എയ്ക്കും, റിഫ്ലെക്സീവ് ആകുമ്പോൾ എല്ലാ എയ്ക്കും എയുമായിട്ട് തന്നെ റിലേറ്റഡ് ആണ്. പക്ഷെ സിമെട്രിക് ആകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ തിരിച്ചെന്ത് കാണണം, ബിയും എയും തമ്മിൽ റിലേഷൻ കാണണം. എയും ബിയും തമ്മിൽ റിലേഷൻ ഇല്ലെങ്കിൽ എന്ത് കാണരുത്, ബിയും എയും തമ്മിൽ റിലേഷൻ കാണണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ ആണല്ലോ. ശരി, the relation R is said to be symmetric if for every AB belongs to R, BA is also in R. AB belongs to R എന്ന് പറഞ്ഞാൽ for every A is related to B, എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ then B is also related to A, B എയുമായിട്ട് റിലേഷൻ കാണണം. എക്സാമ്പിൾ, പെർപെൻഡിക്കുലർ ലൈൻസ് ആർ ഇൻ സിമെട്രിക് റിലേഷൻ. പെർപെൻഡിക്കുലർ ലൈൻസ് സിമെട്രിക് റിലേഷനിലാണ് പറയുന്നത്. നോക്കിക്കേ, ഞാൻ രണ്ട് ലൈൻസിനെ എടുക്കുകയാണ്, L1ഉം L2. ഓക്കെ, ഈ L1 L2നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, L2 എന്തായിരിക്കും, L1നോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. L1 L2നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും L2 എന്തായിരിക്കും, L1നോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പെർപെൻഡിക്കുലർ റിലേഷൻ ലൈൻസ് എന്ന് പറയുന്നത് ഏത് റിലേഷനിലാണ്, സിമെട്രിക് റിലേഷനിൽ ആണ്. ഓക്കെ, അപ്പോൾ ഏത് റിലേഷനിലും എ ബിയുമായിട്ട് റിലേഷൻ ഉണ്ട്, തിരിച്ച് ബിയും എയുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ റിലേഷൻ എങ്ങനെയുള്ള റിലേഷനാണ്, ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെയാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ദ റിലേഷൻ ആർ ഈസ് സെഡ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ
ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എന്താണ് പറഞ്ഞേക്കുന്നത്? ആർ എന്ന് പറയുന്നത് റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? എ ബി ബിലോങ്സ് ടു ആർ. എയും ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേപോലെ ബി സി ബിലോങ്സ് ടു ആർ. ബിയും സിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എയും ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേപോലെ ബിയും സിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? എയും സിയും തമ്മിലൊരു റിലേഷൻ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? പാരലൽ ലൈൻസ് ആ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എയും ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബിയും എയും തമ്മിൽ റിലേഷൻ കാണണം. അതാണ് സിമെട്രിക് എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതേപോലെ ബിയും സിയും തമ്മിലും റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? എയും സിയും തമ്മിൽ എന്ത് കാണണം? ഒരു റിലേഷൻ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിലേഷനെ എന്ത് പറയാനായിട്ട് പറ്റും? ട്രാൻസിറ്റീവ് എന്ന് പറയാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് പാരലൽ ലൈൻസ് ആർ ഇൻ ട്രാൻസിറ്റീവ് റിലേഷൻ. പാരലൽ ലൈൻസ് ട്രാൻസിറ്റീവ് റിലേഷനിലാണ് എന്നാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. L1, L2, L3 മൂന്ന് ലൈൻസ് ഞാൻ എടുക്കുകയാണ്. ഞാൻ കണ്ടീഷൻ പറയാണ് L1 ഈസ് പാരലൽ ടു L2. L1 L2 റിലേറ്റഡ് ആണ്. കാരണം എന്താ? L1 പാരലൽ ടു L2 ആൻഡ് L2 ഈസ് പാരലൽ ടു L3. അതേപോലെ L2 L3 എന്താണ്? പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, L1 L2 പാരലൽ ആണ്. ആ L2 പാരലലായിട്ട് നിൽക്കുന്ന ലൈനാണ് L3. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? L1 L3 എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. L1 ഈസ് പാരലൽ ടു L3. L1 L3യുമായിട്ട് പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? L1 ഉം L3യും തമ്മിൽ എന്താണെന്ന് പറയാം? ഒരു റിലേഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ, എന്താണ് സിമെട്രിക് റിലേഷൻ, എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ആർ എന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെ റിലേഷനാണ്. ആർ എന്ന് പറയുന്ന റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയി കിടക്കുകയാണെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. സിമെട്രിക് എന്താണ്? എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. തിരിച്ച് ബിയും എയും തമ്മിലുള്ള റിലേഷൻ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെന്ന് പറയുന്നത് സിമെട്രിക് ആണ്. എന്തായിരുന്നു ട്രാൻസിറ്റീവ് റിലേഷൻ? എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, ബിയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് ഇക്വലൻസ് റിലേഷൻ. എന്താണ് ഇക്വലൻസ് റിലേഷൻ? The relation R is said to be equivalence if it is reflexive, symmetric and transitive. A relation റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Let R be a relation on the set n of natural numbers defined by n related to m if n divides m. Then R is option A reflexive and symmetric, option B transitive and symmetric, option C equivalence relation, option D reflexive and transitive not symmetric. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ആർ റിലേഷൻ ആണ്. എൻ എന്ന് പറയുന്നത് എവിടെ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത്. എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്ന റിലേഷൻ? ആ നാച്ചുറൽ നമ്പറിലെ എന്നും എമ്മും തമ്മിൽ എപ്പോഴാണ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന റിലേഷൻ ഉണ്ടാകുന്നത്? എൻ എമ്മിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, എൻ എന്ന് പറയുന്നത് എമ്മിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എൻ ഈസ് റിലേറ്റഡ് ടു എം എന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആറ് എങ്ങനത്തുള്ള റിലേഷനാണ്? സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അതോ ഇത് മൂന്നും ചേർന്ന് ഇക്വലൻസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആർ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? എൻ റിലേറ്റഡ് ടു എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഡിവൈഡ്സ് എം. എൻ എമ്മിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്നും എമ്മും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയാം. നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണോ ഈ റിലേഷൻ? റിഫ്ലെക്സീവ് ആണോ? ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ നാച്ചുറൽ നമ്പർ എന്തിനെ തന്നെ ഡിവൈഡ് ചെയ്യും? അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. ശരിയല്ലേ? എവറി നാച്ചുറൽ നമ്പർ ഡിവൈഡ് ഇറ്റ്സെൽഫ്. എല്ലാ നാച്ചുറൽ നമ്പറും എന്ത് ചെയ്യും? അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. എല്ലാ നാച്ചുറൽ നമ്പറും അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്?
സിമെട്രിക്. എന്താണ് സിമെട്രിക്? എന്തായിരുന്നു സിമെട്രിക്? എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ തിരിച്ച് ബിയും എയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എടുക്കുകയാണ്, ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി, എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എ ഡിവൈഡ്സ് ബി, എ ബിനെ ഡിവൈഡ് ചെയ്യും. എ ബിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബി എനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടോ? നീഡ് നോട്ട് ബി ഇംപ്ലൈസ് ബി ഡിവൈഡ്സ് എ ബിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബി എനെ ഡിവൈഡ് ചെയ്യണോ? ഡിവൈഡ് ചെയ്യണ്ട. കാരണം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു 5ഉം 10ഉം എടുക്കുന്നു. 5ഉം 10ഉം എടുക്കുന്നു. 5 റിലേറ്റഡ് ടു 10 ആണല്ലോ. കാരണം എന്താ? 5 ഈസ് റിലേറ്റഡ് ടു 10. കാരണം എന്താ? ഇംപ്ലൈസ് 5 ഡിവൈഡ്സ് 10. 5 10നെ ഡിവൈഡ് ചെയ്യും. 10 കൊണ്ട് 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5 10നെ ഡിവൈഡ് ചെയ്യും. പക്ഷേ തിരിച്ച് ഡിവൈഡ് ചെയ്യുമോ? 10 5നെ ഡിവൈഡ് ചെയ്യുമോ? 10 ഒരിക്കലും എന്തിനെ ഡിവൈഡ് ചെയ്യത്തില്ല? 5നെ ഡിവൈഡ് ചെയ്യത്തില്ല. അതായത് 10 ഈസ് നോട്ട് റിലേറ്റഡ് ടു 5. അപ്പോൾ 5ഉം 10ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്, പക്ഷെ 10ഉം 5ഉം തമ്മിൽ തിരിച്ച് റിലേഷൻ പറയാൻ പറ്റുമോ? പറയാനായിട്ട് പറ്റത്തില്ല. Therefore R is not symmetric. R എന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്ത് നോക്കണം? ഇഫ് എ റിലേറ്റഡ് ടു ബി, എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, ആൻഡ് ബി റിലേറ്റഡ് ടു സി. എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അപ്പൊ എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് ബി, എ ബിനെ ഡിവൈഡ് ചെയ്യും. ബി റിലേറ്റഡ് ടു സി എന്താ? ഇംപ്ലൈസ് ബി ഡിവൈഡ്സ് സി. ഓക്കെ ആണല്ലോ. എ റിലേറ്റഡ് ടു ബി ആകുമ്പോൾ എ ബിനെ ഡിവൈഡ് ചെയ്യും. ബി റിലേറ്റഡ് ടു സി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ബി സിനെ ഡിവൈഡ് ചെയ്യും. ശരിയാണല്ലോ. ഓക്കെ, എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു സം എ ഇൻറ്റു കെ. കെ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ ആണല്ലോ. എ ഡിവൈഡ്സ് ബി ആകുമ്പോൾ ബിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു കെ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ദറ്റ് ഈസ് എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് എ ആണ്. ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. ബി ഈക്വൽ ടു എ കെ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ ബി ഡിവൈഡ് സി ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? സി എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് ബി ആണെന്ന് എഴുതാം. ബി ഇൻറ്റു സം എൽ, വേർ എൽ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു കെ. ബി ഡിവൈഡ് സി ആണെങ്കിൽ സി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ബി, ബി ഇൻറ്റു എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിയുടെ വാല്യൂ സിയിൽ കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? സി ഈക്വൽ ടു ബിക്ക് പകരം എ കെ കൊടുത്താൽ എ കെ ഇൻറ്റു എൽ. ഇപ്പം എന്ത് കിട്ടി? സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. സി എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്? എയുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ഡിവൈഡ് സി. എ എന്തിനെ ഡിവൈഡ് ചെയ്യും? സിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ ബിനെ എ ഡിവൈഡ് സി എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എ ഈസ് റിലേറ്റഡ് ടു സി. അപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്ത് നമുക്ക് കിട്ടി? എയും സിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്ന് കിട്ടി. Therefore R is എന്ത് റിലേഷൻ? ട്രാൻസിറ്റീവ് റിലേഷൻ. ആർ എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അപ്പോൾ ആർ റിഫ്ലെക്സീവ് റിലേഷൻ ആണ്, പക്ഷെ ആർ എന്തല്ല? സിമെട്രിക് അല്ല, പക്ഷെ ആർ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതെന്തല്ല? ഇക്വലൻസ് അല്ല. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കാം. ആർ ഈസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആൻഡ് സിമെട്രിക് അല്ല. ഓപ്ഷൻ സി ഇക്വലൻസ് റിലേഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് നോട്ട് സിമെട്രിക്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഭാഗമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.